ഓവറോൾ തീപ്പൊരി പരിപാടിയാണ്. എല്ലാവരുടെയും ഫാൻസിന് ആഘോഷിക്കാനും ഓർത്തു വെക്കാനുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ എവിടെയോ ഒരു സ്കെയിലിൽ ഒരു സെൻറ്റിമീറ്ററും കൂടി മുകളിലായിരുന്നെങ്കിൽ ഇത് പീക്ക് എന്നൊക്കെ പറയാവുന്ന ഓവറോൾ എക്സ്പീരിയൻസ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി വന്ന ഒരു സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പേട്രിയറ്റ്. ഹലോ, ഹായ്, നമസ്കാരം. മഹേഷ് നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ. നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ്, രേവതി, എന്ത് വലിയ സ്റ്റാർ കാസ്റ്റായിട്ട് വന്ന സിനിമയാണ്. ഇതിലെ മെയിൻ താരങ്ങൾ, അതായത് വളരെ പോപ്പുലർ ആയിട്ടുള്ള താരങ്ങളുടെ പേര് പറയണമെങ്കിൽ ഞാൻ ഇവിടെ ടെസ്റ്റ് പേപ്പറിന് പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പറയേണ്ടി വരും. അത്രയും താരങ്ങളുമായി വന്നിട്ടുള്ള സുഷിൻ ശ്യാം മ്യൂസിക് ഒരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ പേട്രിയറ്റ് തിയേറ്ററിൽ കണ്ടു ഇറങ്ങി. എനിക്ക് ആദ്യം മഹേഷ് നാരായണനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എവിടെയൊക്കെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്? ഈ ക്യാമറയൊക്കെ എങ്ങനെ നിങ്ങൾ റിഗ് ചെയ്തു? അതായത് നമ്മൾ ഈ വേൾഡ് സിനിമ എന്നൊക്കെയുള്ള ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ചില ഷോട്ടുകളൊക്കെ ഇത് സിംഗിൾ ടേക്ക് ആണോ എന്ന് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്തായിരിക്കും. എനിക്ക് ചില സമയത്തൊക്കെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇതെങ്ങനെ റിഗ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്തൊരു നമ്മൾ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുള്ള ഇവരെല്ലാവരും കൂടി ഇരിക്കുന്ന കാറിൽ പോകുന്ന സീക്വൻസ് ഉണ്ടല്ലോ, ആ കാറിൽ പോകുന്ന സീക്വൻസ് നിങ്ങൾ എവിടെ ക്യാമറ വെച്ചു നമുക്ക് ചോദിക്കാൻ തോന്നി. അങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ VFX സൈഡാണെങ്കിലും എല്ലാം ഗംഭീരമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു എലിവേറ്റർ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. എൻ്റെ മോനെ, നിങ്ങളെവിടെ, അതായത് ഈ ഗുഡ്സ് സ്ഥലത്തൊക്കെ നിങ്ങൾ ക്യാമറ വെച്ചു എന്നുള്ളത് സെറ്റ് ഇട്ടിട്ട് ചെയ്തിട്ടൊക്കെ എടുത്തതായിരിക്കും, പക്ഷേ പൊളിയായിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന അത്രയും സമയം ആലോചിക്കാനുള്ളത്, നിങ്ങൾ എവിടെയൊക്കെ കൊണ്ട് ക്യാമറ വെച്ചു, ഇനി എവിടെയൊക്കെ നിങ്ങൾ ക്യാമറ വെക്കും എന്ന് ചോദിക്കാൻ തോന്നുന്നത് പോലെ അടിപൊളി വിഷ്വൽ പരിപാടിയാണ് ഈ സിനിമയിൽ അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗ്രേഡിംഗ് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും. സി യു സൂൺ എന്ന് പറയുന്ന സിനിമയിൽ മഹേഷ് നാരായണൻ നമ്മളെ ഞെട്ടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറേ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഫോണിൻ്റെ സ്ക്രീന്, ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ, ഐപാഡിൻ്റെ സ്ക്രീൻ, അങ്ങനെ സ്ക്രീൻ പരിപാടിയായിട്ടാണ് അദ്ദേഹം ഇതിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ലാഞ്ചന ഇതിലുണ്ട്. പക്ഷേ ഇൻ എ വെരി അടിപൊളി വേ പുള്ളി അത് മാനേജ് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് വിഷ്വൽ സൈഡ് അടിപൊളിയായിരുന്നു. മ്യൂസിക് സുഷിൻ ശ്യാം, നിങ്ങൾ തകർത്തിട്ടുണ്ട് മാൻ എന്നാണ് പറയാനുള്ളത്. സുഷ് ആ ഒരു പടം തുടങ്ങുമ്പോൾ സുഷ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതി കാണിക്കുന്നത്. അതിനെന്ത് കയ്യടിയായിരുന്നു. ഞങ്ങളൊക്കെ അത്രയും ആവേശത്തോടുകൂടി നിങ്ങളുടെ വർക്കിന് കാത്തിരിക്കുകയാണ് മാൻ. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത്രയും കയ്യടി. മ്യൂസിക് വൈസ് അതിൽ മമ്മൂക്കയുടെ ഒരു പാട്ടുണ്ട്. പാട്ടെന്ന് വെച്ചാൽ മമ്മൂക്ക പാടിയിട്ടുള്ള ഹിറ്റായിട്ടുള്ള ട്രാക്കും ഉണ്ട്, ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള ട്രാക്കും ഉണ്ട്. പക്ഷേ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ എവിടെയോ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സൗണ്ടിനെ, ആ വോയിസ് മോഡുലേഷനെ ഏറ്റവും ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ട്രാക്കാണത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്തും പടം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്രെഡിറ്റ് സീനിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ആയിട്ട് മ്യൂസിക് വൈസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ്, എൻ്റെ മോനെ, മമ്മൂക്ക ഇൻ്റർവെല്ലിൽ വരെ മമ്മൂക്ക തൂക്കി അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇവർ തമ്മിലൊരു ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് ഫുള്ള് കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ ആരാണ് നായകൻ എന്ന് പറയുന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരാണ് നായകൻ എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവുള്ളൂ, അത് മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക എന്നുള്ളതിനേക്കാളും ഇതിൻ്റെ തീമാണ്, അതായത് അദ്ദേഹം ക്യാരി ചെയ്യുന്ന ആ ഒരു എന്തായാലും പറയാം, ഒരു ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ അയാൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കർമ്മമുണ്ട്. ദാറ്റ് ഈസ് ദ ഹീറോ ഹിയർ. അത് ഓരോരുത്തരായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് അത് കാണുന്ന രേവതിയിലാണ്, അവിടെ നിന്ന് അടുത്ത ക്യാരക്ടറിലേക്ക് പോകുന്നു. അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുമ്പോഴും അത് ഇപ്പുറത്തെ സൈഡിൽ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത ആളാണ്, അയാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് അങ്ങനെ പോകുന്ന ആ ഒരു എന്താ പറയുക, നീഡ് ഓഫ് ദ അവർ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഒക്കെ പ്രൈവസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഹാക്ക് ചെയ്യാൻ ഈവൻ ഗവൺമെൻറ്റിനാണെങ്കിൽ പോലും അർഹതയില്ല, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിനെ ഉപയോഗിക്കുന്ന, അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതിനെതിരെയുള്ള നമ്മൾ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ കാര്യം തന്നെ. പക്ഷേ ആ സാധനം ആരൊക്കെയാണോ ഹോൾഡ് ചെയ്യുന്നത്, ആ ബാറ്റൺ ആരുടെ കയ്യിലാണോ അവരൊക്കെയാണ് ഹീറോ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ സമയം നമുക്ക് തന്നെയാണോ. ഇൻ്റർവെൽ എൻ്റെ മോനെ അടിപൊളിയായിരുന്നു. അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഫഹദ് പറയുന്ന ഡയലോഗ് ഉണ്ട്. ഇവർ ഓരോരുത്തരും, അതായത് ഇദ്ദേഹം ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ പറയുന്ന കുറേ ഡയലോഗ് സീക്വൻസുകളുണ്ട്. അതിലൊക്കെ കൂടി ബിൽഡായി വരുന്നൊരു സാധനത്തിന് മമ്മൂക്ക അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇവർക്കിടയിലുള്ള മമ്മൂക്ക മോഹൻലാലിനിടയിലുള്ള ഹ്യൂമർ സാധനങ്ങളും ഭയങ്കര രസമാണ്. അതായത് നമുക്ക് ആ ഫീൽ കൊണ്ട്, ആ ഹീറോയിക് ഫീൽ കൊണ്ട് മറ്റേ ആൾ കാണിക്കുന്ന അബദ്ധങ്ങൾ കാണുമ്പോൾ ചിരി വരില്ലേ, അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളൊരു സാധനം മമ്മൂക്ക റോക്ക്ഡ്. പ്രത്യേകിച്ച് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ, പൊളിറ്റിക്കൽ സാധനങ്ങൾ, അതൊക്കെ ഭയങ്കര റെലവൻ്റ് ആണ്. പിന്നെ പറയേണ്ടത് ലാലേട്ടൻ അങ്ങോട്ട് സ്ക്രീനിൽ വരലും പിന്നെ ലാലേട്ടൻ്റെ എഴുന്നേറ്റമാണ്. ലാലേട്ടൻ്റെ ആണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന പോലെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു വൺ ആക്ഷൻ സീക്വൻസാണ് എന്ന് വെച്ചാൽ വീട്ടിൽ ഇടിച്ച് കയറുന്നവന്മാരെ മുഴുവൻ പുട്ടും പഴമാക്കി മാറ്റുന്ന സാധനം. പക്ഷേ ലാലേട്ടൻ ചിരിക്കുകയുള്ളൂ.
അതായത് നമ്മൾ ഇയാളൊന്ന് ഇടിക്കണ്ടേ, ഇടിച്ചിട്ട് വേണ്ട നമുക്ക് കൈ ഇടിക്കാൻ തോന്നാൻ, വേണ്ട അങ്ങേരൊന്ന് ചിരിച്ചാൽ നമുക്ക് കൈ, അങ്ങനത്തെ ഒരു ചിരിയൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിരുന്നു. ആ ഫൈറ്റിൻ്റെ ഇമ്പാക്റ്റാണ് ഫഹദ് കുറച്ച് കഴിയുമ്പോൾ പറയും ചെന്ന് നോക്കി ഇപ്പോൾ കിട്ടുമെന്ന് പറയുന്നത്. ആ സാധനം നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ, ഫഹദ് ചുമ്മാ പറഞ്ഞു വരുന്നൊരു ഡയലോഗാണ്, പക്ഷേ ആ ഡയലോഗിൽ ആ പഞ്ച് ഫീൽ ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഈ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അടിപൊളിയാവണ്ടേ. ലാലേട്ടൻ എമ്മാതിരി, എന്താണ് ലാലേട്ടനെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. ഫഹദാണ് ഇതിൻ്റെ അകത്ത് ഫഹദും രാജീവ് മേനോനും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ അകത്തൊരു മെയിൻ സംഭവം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ തലയിലാണ് ഇരിക്കുന്നത്. ഇതെന്താണെന്നറിയാം, നമ്മൾ പൊതുവെ വില്ലന്മാരെന്ന് പറയുമ്പോൾ വില്ലന്മാർക്ക് ഒരു അച്ചടി ഭാഷയുണ്ട്, നായകന്മാർക്ക് ഒരു അച്ചടി ഭാഷയുണ്ട്, അവരിങ്ങനെയൊക്കെ പറയുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതിൽ അതിൽ നിന്ന് മാറിയിട്ട് ഇവർ നോർമൽ ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ അച്ഛൻ മകൻ കോൺവെർസേഷനൊക്കെ ഭയങ്കര രസമാണ്. ഫഹദും രാജീവ് മേനോനും കൂടി ഹെഡ് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇത്രയും ആളുകൾക്കും ഭീഷണി ഉണ്ടാകത്തക്ക രീതിയിൽ അവരത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. രേവതി, സെറിനാണ് ശരിക്കും കുറേ ഭാഗങ്ങളുള്ളത്, കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയാം. നയൻതാരയുടെ ആ ഒരു സ്റ്റാർ ഓറ അതാണ് അവിടെ കീപ്പ് ചെയ്യാനുള്ളത്, ഒരു പെർഫോമൻസ് എന്നുള്ളതിനെ കവിഞ്ഞ് ചെയ്യാനുള്ളത്. പിന്നെയും കുറേ ആളുകൾ ഇപ്പോൾ ഇതിൽ ഗീതി സംഗീതമുണ്ട്. നമ്മൾ ചുരുളി എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരുപാട് പേർക്ക് അവരെ അറിയാം. അപ്പം ഗീതി സംഗീത ഇതിനകത്തൊരു കുഞ്ഞു സാധനമുണ്ട്. അവരാണ് ആ ഇമോഷണൽ ഒരു സാധനത്തിനെ കൊണ്ടുവരുന്നത്. അവരുടെ മകളായിട്ട് വരുന്നൊരു കുട്ടിയുണ്ട്. അങ്ങനെ കുറേ നമ്മളിതിൽ പെർഫോമൻസിനെ പുകഴ്ത്താനാണെങ്കിൽ അറിഞ്ഞു പുകഴ്ത്താനുള്ളവരുണ്ട്. ചാക്കോച്ചൻ്റെ ഈ റിലേഷൻഷിപ്പ് സാധനങ്ങളിലൊക്കെ കുറച്ച് അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അപ്പോഴും അവർ ഹോൾഡ് ചെയ്യുന്നൊരു ഇമോഷനും കാര്യങ്ങളും അദ്ദേഹം കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. വളരെ ചെറിയ കുറച്ച് സമയത്തേക്ക് വന്നു പോകുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ പോലും പെർഫോമൻസ് വൈസ് സിനിമേനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കഥയിലേക്ക് വരാനാണെങ്കിൽ ഇപ്പം നമ്മൾ ട്രെയിലറും ടീസറും കാണുമ്പോൾ ഊഹിക്കുന്ന അത്രയും തന്നെ കഥയേ ഉള്ളൂ. അതായത് ഒരു യൂഷ്വൽ കഥ, ഒരുപാട് ഹോളിവുഡ് സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ഒരു യൂഷ്വൽ കഥ. പക്ഷേ ഇറ്റ്സ് വെൽ പ്ലേസ്ഡ് ഇൻ എന്താ പറയുക സ്റ്റാർ പ്ലേസ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അത് കുറച്ച് സ്റ്റാർസിനെ മഹേഷിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിനെ ഈ പറയുന്നൊരു യൂഷ്വൽ കഥയിൽ കൃത്യമായ സ്പേസിൽ കൊണ്ടുവെക്കുകയും അവരുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ അങ്ങ് ബൂസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, അത് അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് കഥയിലൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. കഥാ സന്ദർഭങ്ങളിലാണെങ്കിലും ഇതൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ്, ചാക്കോച്ചൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇമോഷനിൽ നിൽക്കുമ്പോൾ അവരെ വെച്ച് ഇങ്ങനെ ഒരു സാധനം ചെയ്തെടുത്തതിൻ്റെ ഒരു സന്തോഷം, മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നതിൻ്റെ, അതിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം, അതൊക്കെയാണ് അവിടെ മെയിനായിട്ടുള്ളത്. കഥാപരമായി ഇറ്റ്സ് എൻ യൂഷ്വൽ പരിപാടി. തീം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രൈവസി തന്നെയാണ്. അതിനെയും ആ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പോലെ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മളിങ്ങനെ ജീവിച്ചിരുന്നു, അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർ ഇന്ന് സേഫ് ആണെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അത് ഹോളിവുഡ് സിനിമകളിലും ഉണ്ട്, പഴയ നമ്മുടെ മലയാളത്തിൽ തന്നെ വന്നിട്ടുള്ള പല സിനിമകളിലും ഉണ്ട്. എനിക്ക് ആ നറേറ്റീവിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത്ര അങ്ങോട്ട് നമ്മൾ വാദിക്കേണ്ടതില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ടെക്നോളജി എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യപ്പെടുന്നതെന്നുള്ളത് അതിങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളല്ലോ. അപ്പോൾ അതിനെ അവർ നന്നായി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂഷ്വൽ നമുക്കറിയാവുന്ന കഥകളൊക്കെ തന്നെയാണ്. പിന്നെ പൊളിറ്റിക്സും വിമർശനങ്ങളും പരിപാടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചെറിയ ചില ഡയലോഗുകളും ചോദ്യങ്ങളൊക്കെയാണ്, ചില നോട്ടങ്ങളിലൊക്കെയാണ്. അവിടെയൊക്കെയും അവർ ഈ പറയുന്ന സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സെറിനെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് അവരുടെ വേഷം മാത്രം വെച്ചുകൊണ്ട് പാകിസ്ഥാൻകാരിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ അണ്ടർലൈൻ എന്നൊക്കെ പറയാവുന്ന അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് പോകുന്നുണ്ട്. അതും വളരെ വാലിഡ് ആണെന്ന് എനിക്ക് തോന്നി, അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നുന്നു. പിന്നെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ കാര്യം പറയുകയാണ്. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവരുടെയൊക്കെ ഒരു ഫാനാണ്. അപ്പോൾ ഇവരൊക്കെ സ്ക്രീനിൽ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലുണ്ട്. പക്ഷേ എന്തോ ഇനിയും വേണമായിരുന്നു എന്ന് പറയുന്നത്, അതായത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കിട്ടുന്ന എന്തെങ്കിലും കൂടി ആ കഥയിലോ മറ്റു കാര്യങ്ങളിലോ അവിടെയും കൂടി എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ, കാര്യം ഇതൊരു മിഡ് സ്റ്റോറിയാണ്, അതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് ഒരു സാധനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലായിരുന്നു. ഇത് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ എന്തെങ്കിലും കൂടി വേണമായിരുന്നു. നമുക്ക് ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന പോയിന്റിൽ എവിടെയോ റീച്ച് ആവുന്നില്ല. അത് കുറച്ചും കൂടി വേണമായിരുന്നു. കഥയിലായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തീമിലും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അപ്പുറത്തേക്ക് നിൽക്കുന്ന എന്തെങ്കിലും. പക്ഷേ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ UA 16+ ആണ്. ഈ പറയുന്ന ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുത്തും ഇതൊക്കെ ഉണ്ട്, ഫൈറ്റ് അങ്ങനത്തെ സാധനങ്ങൾ തിയേറ്ററിൽ കാണാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ രക്തം ചിന്തുന്ന രംഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. വൾഗറായിട്ടുള്ള കോമഡികളോ ഡബിൾ മീനിങ് പരിപാടികളോ ഒന്നുമല്ല. പക്ഷേ ഈ കുത്തും ചോരയും പൊടിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. പക്ഷേ 3 മണിക്കൂറുള്ള ഈ സിനിമ എനിക്ക് എവിടെയും ബോറടിച്ചിട്ടില്ല. ത്രൂഔട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടു. പക്ഷേ എന്തോ എനിക്ക് വേണമായിരുന്നു. ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മഹേഷ് നാരായൺ ഇത്രയും സ്റ്റാർസിൻ്റെ ഒരു ഡേറ്റും കാര്യങ്ങളും വരുമ്പോൾ. പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ഓവറോൾ ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ
നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. കാര്യം നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ബോളിവുഡുകാർ ഇപ്പോൾ ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ളത് പോലെ ആകാശത്തും കരയിലും വെള്ളത്തിലും എല്ലായിടത്തും ഇവിടെ യുദ്ധമുണ്ട്. എല്ലാം ഭയങ്കര രസമായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. അത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇവരോടൊക്കെയുള്ള ഇഷ്ടവും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഓരോ ആൾക്കാരും സിനിമ കണ്ടിറങ്ങുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഇംപ്രഷൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ വരുവാണെങ്കിൽ അതും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.